Good evening, all of you, and welcome to the world of statistics. ഇന്ന് നമ്മൾ ടെസ്റ്റിങ്ങിന്റെ ഒരു പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് chi-square ടെസ്റ്റ്. അപ്പൊ chi-square ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഒന്ന്, കണ്ടിജൻസി ടേബിളിന്റെ ഓർഡർ തന്നിട്ടുണ്ട്, ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാം. രണ്ട്, ഒരു ക്ലെയിം പറഞ്ഞിട്ടുണ്ട്, chi-square സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കിയാലും നമുക്കറിയാം വെറുതെ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയണം. രണ്ട്, chi-square സ്റ്റാറ്റിസ്റ്റിക് അറിയണം. ശരിയല്ലേ? സോ നമുക്ക് chi-squareന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. 2018 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യൻ, ഞാനിപ്പോ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ chi-squareന്റെ കുറച്ച് ബേസിക്സ് പറഞ്ഞുതരാം. ഒന്ന്, chi-square ഒരു ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ലാർജ് സാമ്പിൾസിനാണ് മോസ്റ്റ്ലി അത് ചെയ്യാറുള്ളത്. രണ്ട്, chi-square സ്റ്റാറ്റിസ്റ്റിക് ചെയ്യുമ്പോൾ അതിൽ പെർഫോം ചെയ്യാൻ നമുക്ക് തിയറട്ടിക്കൽ ഫ്രീക്വൻസീസും വേണം ആൻഡ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസും വേണം. തിയറട്ടിക്കൽ ഫ്രീക്വൻസീസ് എപ്പോഴും അറ്റ്ലീസ്റ്റ് 5 എങ്കിലും ഉണ്ടാവണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് 5 ആക്കാറുണ്ട്. ഇനി എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുക chi-square ടെസ്റ്റുകളിൽ? നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ n ക്ലാസ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആയിരിക്കും. ഇനി തന്നിരിക്കുന്ന ക്ലാസ്സിനെ റോയും കോളവും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ m റോയും n കോളംസും, അല്ലെങ്കിൽ തിരിച്ച് m കോളവും n റോയും ആണെങ്കിൽ m-1 into n-1 എന്നായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. ഇത് രണ്ടും കമ്പൽസറി ആയിട്ട് ഓർത്തിരിക്കുക. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ n ക്ലാസ്സസ് ആണെങ്കിൽ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, m റോസ് ആൻഡ് n കോളംസ് അങ്ങനെയാണെങ്കിൽ m-1 into n-1. ഓക്കെ, ഇനി വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ? ഒന്ന്, to test the hypothetical value of the population variance is sigma square is equal to sigma naught square. അതായത് നമ്മളിപ്പോ ടി ടെസ്റ്റ് നോർമൽ ടെസ്റ്റും ഒക്കെ പഠിച്ച സമയത്ത് അവിടെ ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷന്റെ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ സ്പെസിഫൈഡ് മീൻ ആണ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്തത്. നമ്മൾ അവിടെ ഒന്നും വേരിയൻസിനെ ചെക്ക് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയാസും നമ്മൾ കണ്ടില്ല. അത് ഇവിടെയാണ് വരുന്നത്. chi-square ടെസ്റ്റിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെക്ക് ചെയ്യുന്നത്. രണ്ട്, ടു ടെസ്റ്റ് ദ ഗുഡ്നെസ് ഓഫ് ഇറ്റ്. ഗുഡ്നെസ് ഓഫ് ഇറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഗുഡ്നെസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അൺബയസ്ഡ് ആണോ, അതായത് ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണോ, അതായത് നമ്മുടെ അസംഷൻ ശരിയാണോ, അത്രേ ഉള്ളൂ. മൂന്ന്, ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ടുകളുടെ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് ഇപ്പോ ഏതെങ്കിലും രണ്ട് ആട്രിബ്യൂട്ടുകൾ എടുത്തിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇപ്പോൾ റൂറൽ ഏരിയാസിൽ നിന്നാണോ കൂടുതൽ IAS സെലക്ഷൻസ് കിട്ടുന്നത്, അതോ അർബൻ ഏരിയാസിൽ നിന്നാണോ, ആ ഏരിയയുമായിട്ട് IAS സെലക്ഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയുള്ള ഒരു ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഹോമോജീനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഹോമോജീനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഷോ സിമിലർ ബിഹേവിയർ, ഒരേ ബിഹേവിയർ പൊസസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത്രയുമാണ് chi-square ഡിസ്ട്രിബ്യൂഷന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി സാധാ ടെസ്റ്റുകളും chi-square ടെസ്റ്റുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റാൻഡം വേരിയബിൾ ഇന്ന ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ആണ് വരിക, എന്നിട്ട് നമുക്കത് കൺഫേം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ chi-square എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. Performed to measure the relation between observed and theoretical frequencies. അതാണ് നമ്മൾ chi-squareൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒന്നാമത്തെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ടെസ്റ്റിംഗ് വേരിയൻസ് ഓഫ് എ നോർമൽ പോപ്പുലേഷൻ. നോർമൽ പോപ്പുലേഷന്റെ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന chi-square സ്റ്റാറ്റിസ്റ്റിക് n² / sigma naught square ആണ്. ഫോളോസ് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് n² / sigma² ആണ്. പക്ഷേ മിക്കവാറും പ്രോബ്ലംസ് ചോദിക്കാൻ നമ്മൾ n-1 into s² / sigma² എന്ന് പറയുന്ന chi-square സ്റ്റാറ്റിസ്റ്റിക് ആണ് അവിടെ ഉപയോഗിക്കുന്നത്.
ഓക്കെ. അപ്പൊ ചോദിക്കും ഇതെല്ലാം കൈ സ്ക്വയറിന്റെ സ്റ്റാറ്റിസ്റ്റിക് ആണോ? കൈ സ്ക്വയർ എടുത്താലും ടി എടുത്താലും എഫ് എടുത്താലും ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കുകൾ ഉണ്ട് ഈ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. ടിക്ക് തന്നെ ഒരുപാട് ടി സ്റ്റാറ്റിസ്റ്റിക്കുകൾ ഉണ്ട്, എഫിന് തന്നെ ഒരുപാട് എഫ് സ്റ്റാറ്റിസ്റ്റിക്കുകൾ ഉണ്ട്, അതേപോലെ കൈ സ്ക്വയറിനും ഉണ്ട്. ഈ എന്നും n-1 ഒക്കെ മാറുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനാണ് ഡിഫറൻസ് ഉണ്ടാവുക അവിടെ. അതൊക്കെ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഇതും കാണാറുണ്ട്, മറ്റേതും കാണാറുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ രണ്ടും ചെയ്തു നോക്കുക, ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആൻസർ അതിൽ ഉണ്ടാവുള്ളൂ, ബിക്കോസ് രണ്ടും ശരിയാണ് അതുകൊണ്ട്. ഓക്കെ. സോ n-1 into a square or n into a square by sigma naught square. ഇനി ആൾട്ടർനേറ്റീവ് മിക്കവാറും നമ്മൾ ഒരെണ്ണേ പറയാറുള്ളൂ. കൂടുതലാണോ? എച്ച് നോട്ട് എപ്പോഴും ന്യൂട്രൽ ആയതുകൊണ്ട് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ നോട്ട് സ്ക്വയർ ആണ് എപ്പോഴും വരിക. സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ ഈക്വൽ ടു ആണ് എപ്പോഴും എച്ച് നോട്ട് ഉണ്ടാവുക, ബിക്കോസ് ഇറ്റ്സ് ന്യൂട്രൽ ആൻഡ് നോട്ട് ബയസ്ഡ്. H1 ഇവിടെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, സിഗ്മ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ട് or sigma square greater than sigma naught square. And rejection criteria എന്താണ്? We will reject H naught if the calculated chi-square, അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആവുമ്പോൾ റിജക്ട് ചെയ്യും. അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ. ദെൻ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്. ഗുഡ്നെസ് ഓഫ് ഇറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ നമ്മളിപ്പോ ഇപ്പൊ ഒരു കോയിൻ അൺബയസ്ഡ് ആണോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഗുഡ്നെസ് ഓഫ് ഇറ്റിന്റെ ആവശ്യം വരാം. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ OIകൾ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസികളാണ്, EIകൾ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഫ്രീക്വൻസികളാണ്. ഇനി ഇതിന്റെ H0 H1 ഒക്കെ എന്താ വരാ? ഗുഡ്നെസ് ഓഫ് ഇറ്റിന്റെ H0 എന്ന് പറയുന്നത്, നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്, ഡേറ്റ ഹാവ് കം ഫ്രം ദ അസ്യൂംഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണോ അസ്യൂം ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഡേറ്റ എടുത്തിട്ടുള്ളത്, അതാണ് H0 വരിക. H1 എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് ട്രൂ, അതായത് H0 ട്രൂ അല്ല എന്നുള്ളതാണ്. അതാണ് ഗുഡ്നെസ് ഓഫ് ഇറ്റിന്റെ നള്ളും ഓൾട്ടർനേറ്റീവും വരിക. അതൊന്ന് പഠിച്ചു വെക്കുക, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക, ചിലതൊക്കെ അങ്ങനെയും കൂടെ എക്സ്പെക്ട് ചെയ്യണം, എല്ലാം ഒരു ഹയർ ലെവലിൽ കാണുന്നില്ല. ഇനി ഇതിന്റെ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? സമ്മേഷൻ ഓവർ i y മൈനസ് EI ദ ഹോൾ സ്ക്വയർ ബൈ EI. അതായത് മൊത്ത സംഭവം സമ്മേഷൻ അകത്താണ്, പക്ഷേ സ്ക്വയർ ന്യൂമറേറ്ററിന് മാത്രമേ ഉള്ളൂ. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ്. ദാറ്റ് ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ക്ലാസ്സുകളെ നമ്മൾ k കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് i ഈക്വൽ ടു 1 to k എന്ന് പറയുന്നത്. ഇനി ക്രൈറ്റീരിയ ഒരെണ്ണം പഠിച്ചാൽ മതി കൈ സ്ക്വയറിന്, അത് എല്ലായിടത്തും സെയിം ആയിരിക്കും. കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ ആകുമ്പോൾ റിജക്ട് ചെയ്യും. സിമ്പിൾ അല്ലേ ഗുഡ്നെസ് ഓഫ് ഇറ്റ്? അതേപോലെ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സും അങ്ങനെ തന്നെയാണ് വരിക. പക്ഷേ അവിടെ നമ്മൾ കോളോ ആയിട്ടും റോ ആയിട്ടും ഒക്കെ തിരിക്കുന്നുണ്ടല്ലോ, അതായത് രണ്ട് കാറ്റഗറീസ് ഇൻഡിപെൻഡന്റ് ആണോ എന്നാ നോക്കുന്നത്. അപ്പൊ റോയും കോളോ ഒക്കെ വരുന്നുണ്ട്, രണ്ട് സമ്മേഷൻ ഉണ്ടാവും, അതേ ഉള്ളൂ ഡിഫറൻസ്. അവിടെ H0 H1 എന്തായിരിക്കും? ആട്രിബ്യൂട്ട്സ് A and B are independent and H1 എന്തായിരിക്കും? നോട്ട് ഇൻഡിപെൻഡന്റ് ഓർ അസോസിയേറ്റഡ്, അങ്ങനെയായിരിക്കും വരിക. ഇനി അവിടെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക് വരിക? ഡബിൾ സമ്മേഷൻ ഉണ്ടാവും. ദെൻ അതായത് നമ്മുടെ ഇക്വേഷൻ സെയിം ആണ്, സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഇക്വേഷൻ സെയിം ആണ്, രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് IJ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ കോളവും റോയും ആയിട്ടാണല്ലോ, കണ്ടോ അവിടെ. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാറി, നമ്പർ ഓഫ് കോളം -1, നമ്പർ ഓഫ് റോ -1. ഈ രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ആണ് കൈ സ്ക്വയറിന് വരിക. റോയും കോളവും ആക്കുമ്പോൾ ഇങ്ങനെ വരും, ക്ലാസ്സുകളെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ക്രൈറ്റീരിയ സെയിം ആയിരിക്കും. ഇനി നമുക്ക് മോസ്റ്റ്ലി എപ്പോഴും ഒരു 2x2 കണ്ടിജൻസി ടേബിളിന്റെ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുള്ളൂ, നമുക്ക് അത്രയൊക്കെ പോയാൽ മതി. അങ്ങനെ ഒരു 2x2 കണ്ടിജൻസി ടേബിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും. രണ്ട് ക്ലാസ്സേ ഉണ്ടാവുള്ളൂ, എയും ബിയും. ഒന്ന് എയിലുള്ളത്, അടുത്തത് എയിൽ ഇല്ലാത്തത്, അതാണ് എയും നോട്ട് എയും. അതേപോലെ ബിയിലുള്ളത് ബിയിൽ ഇല്ലാത്തത്. ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ഫോർമാറ്റിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഈ ഒരു റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ് കണ്ടിജൻസി ടേബിൾ. അതായത് ഒരു ടൂ വേ ലുക്ക് ഉള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ കണ്ടിജൻസി ടേബിൾ എന്ന് വിളിക്കുന്നത്.
അവിടെ നമ്മൾ ഒരു കാറ്റഗറിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കോളംസ് ആയിട്ടും മറ്റൊരു കാറ്റഗറിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന റോ ആയിട്ടും ആയിരിക്കും. ഇതിപ്പോ ഒരു 2/2 ആണ്, അതായത് രണ്ട് കാറ്റഗറീസേ ഉള്ളൂ. എയും ബിയും, എയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബിയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2/2 വന്നു കഴിഞ്ഞാൽ ഈ OI മൈനസ് EI ദ ഹോൾ സ്ക്വയർ ബൈ EI ആ ഇക്വേഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന് നമുക്കൊരു ഈസി ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് chi square is equal to n into, അതായത് ടോട്ടൽ, ദ ഹോൾ ടോട്ടൽ into AD minus BC the whole square, അതായത് AD minus BC the whole square by the whole total, A plus C into B plus D into A plus B into C plus D. ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് OI EI ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര എളുപ്പമല്ല. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു 2/2 കണ്ടിജൻസി ടേബിൾ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് കൈ സ്ക്വയറിൽ. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ ഒരു ഹോമോജീനിറ്റിയുടെ കേസും കൂടെ പറഞ്ഞു. ഹോമോജീനിറ്റിയുടെ ഇക്വേഷനും സെയിം as that of the independence of the attributes ആണ് വരിക. അതുകൊണ്ട് ഞാനത് വീണ്ടും എഴുതിയിട്ടില്ല. ഹോമോജീനിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ ബിഹേവിയേഴ്സ് ആണോ പോസസ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഇത്രയുമാണ് കൈ സ്ക്വയറിൽ നോക്കി വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കൈ സ്ക്വയറിൽ എങ്ങനെ പോയാലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ചോദിച്ചിരിക്കും. ഇത്രയും പറ്റുന്ന പോലെ നോക്കി വെക്കുക. വളരെ ചുരുക്കി ഒരു എന്താ പറയാ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളിൽ ഒന്നും ഒഴിവാക്കാണ്ട് നോക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി കുറച്ചും കൂടി എളുപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. വാട്ട് ഇസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ദ കണ്ടിജൻസി ടേബിൾ 4×3? ഇപ്പൊ സിമ്പിൾ ആയില്ലേ? 4 കോളവും 3 റോയും. അപ്പൊ എന്താ? 4 - 1 into 3 - 1, that is 3 into 2, 6. സിമ്പിൾ അല്ലേ? സോ ഓപ്ഷൻ ഡി, 6 ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ മാനുഫാക്ചറർ ക്ലെയിംസ് ദാറ്റ് his items could not have a large variance. 18 of his items have a variance 0.033. And what is the value of chi-square statistic for testing H0 sigma square equal to 1? ഇങ്ങനത്തെ ഒരു ഒറ്റ ടെസ്റ്റേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ കൈ സ്ക്വയറിൽ മാത്രം. അതായത് ഒരു പോപ്പുലേഷന്റെ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ, ഒരൊറ്റ പോപ്പുലേഷന്റെ വേരിയൻസ് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് കൈ സ്ക്വയർ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. 2 പോപ്പുലേഷന്റെ വേരിയൻസുകളുടെ ഇക്വാലിറ്റി ആണെങ്കിൽ കൈ സ്ക്വയർ അല്ല, അത് എഫ് ടെസ്റ്റിലേട്ടൊക്കെ പോകും. ഇവിടെ ഇപ്പൊ നമ്മൾക്ക് ഒന്നും ചിന്തിക്കാനോ എലിമിനേറ്റ് ചെയ്യാനോ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരൊറ്റ ടെസ്റ്റ് ഇതിനെ ബേസ് ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യാം? സിഗ്മ നോട്ട് സ്ക്വയർ 1 ആണെന്ന് മനസ്സിലായി. അതായത് അവരൊരു എടുത്തിരിക്കുന്ന സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് എന്താ? 18 ആണ്. ഒരു 18 എണ്ണം എടുത്തിട്ടാണ് അതിന്റെ എ സ്ക്വയർ 0.033 ആണെന്ന് പറയുന്നത്. അപ്പൊ n is equal to 18ഉം എ സ്ക്വയർ equal to 0.033 ആണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ഒന്ന് എഴുതി നോക്കാം. കൈ സ്ക്വയർ is equal to n - 1 into എ സ്ക്വയർ by sigma naught, that is 17 into 0.033 by 1. ആൻസർ 0.561 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സ്റ്റാറ്റിസ്റ്റിക് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ പോരെ? ആൻസർ ഉണ്ടോ? യെസ്, 0.56, ഓപ്ഷൻ സി. ഭയങ്കര എളുപ്പമാണ് പഠിച്ചു വെച്ചാൽ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് ഓൾ frequency of classes are same, the value of chi-square statistic. എല്ലാ ഫ്രീക്വൻസികളും സെയിം ആണെങ്കിൽ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്തായിരിക്കും? അത് സിമ്പിളാ. ഫ്രീക്വൻസികളെല്ലാം സെയിം ആയ എന്താ? OIs UIs ഒക്കെ സെയിം ആയിന്ന്, അപ്പൊ 0 ആയില്ലേ? സോ ദ ആൻസർ ഇസ് 0. അത് വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ആലോചിക്കാനും വളരെ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള, നമുക്കൊന്ന് കൺഫ്യൂസ്ഡ് ആയി നമ്മളെ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതാണ്. ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് എ കോയിൻ ടോസ്ഡ് 500 ടൈംസ്, 500 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്തു, ആൻഡ് ഇറ്റ് ടേൺസ് അപ്പ് ഹെഡ് ഇൻ 216 ടൈംസ്, 216 പ്രാവശ്യം ഹെഡ് കിട്ടി. ആൻഡ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ കോയിൻ ഇസ് അൺബയസ്ഡ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ. കോയിൻ അൺബയസ്ഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഇതിൽ ഏത് ടെസ്റ്റ് ഉപയോഗിച്ചാണ്? കൈ സ്ക്വയർ ആണോ ഇസഡ് ആണോ? അതോ രണ്ടും പറ്റോ? പെട്ടെന്ന്
കൈ സ്ക്വയർ ടെസ്റ്റ് പഠിച്ചിട്ട് പോകുന്ന ഒരാള് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ എ കുത്തിയിട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പക്ഷെ ഇതിന്റെ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. രണ്ടും പറ്റും. ഇത് കൈ സ്ക്വയർ വെച്ചും ചെയ്യാൻ പറ്റും, ഇസഡ് ടെസ്റ്റ് വെച്ചും ചെയ്യാൻ പറ്റും. കൈ സ്ക്വയറിലെ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ടെസ്റ്റ് ഇല്ലേ, അവിടെ കോയിൻ അൺബേസ്ഡ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഗുഡ്നെസ് ഓഫ് ഇറ്റ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഉണ്ട് 216, എക്സ്പെക്ടഡ് ഫ്രീക്വൻസി 250 ആയിരിക്കും. എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം. 500 തവണ ഒരു കോയിൻ ഇടുമ്പോൾ 250 ഹെഡ് 250 ടെയിലും, അങ്ങനെയാണ് നമ്മൾ എടുക്കുക യൂഷ്വലി സ്റ്റാറ്റിസ്റ്റിക്കലി. അപ്പൊ കൈ സ്ക്വയർ ടെസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇസഡ് ടെസ്റ്റിലെ ഏത് വെച്ച് ചെയ്യാൻ പറ്റും, പ്രൊപ്പോർഷൻ വെച്ച് ചെയ്യാൻ പറ്റും. കോയിൻ ടോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബൈനോമിയൽ ട്രയൽ ആണ്, ബെർണോളി ട്രയൽ ആണ്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനില് പ്രൊപ്പോർഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആദ്യം നമ്മൾ കൈ സ്ക്വയർ വെച്ചാ ചെയ്തിരിക്കുന്നത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചത്, ഒബ്സർവ് ചെയ്തത് 216 ഹെഡും 284 ടെയിലും. അപ്പൊ നമുക്ക് കൈ സ്ക്വയർ ഇങ്ങനെ ചെയ്യാം, ഒബ്സർവ്ഡ് മൈനസ് എക്സ്പെക്ടഡ് ബൈ എക്സ്പെക്ടഡ്. എക്സ്പെക്ടഡ് നമ്മൾ എപ്പോഴും ഒരു പകുതി അങ്ങനെയാണ് എടുക്കുക നോർമലി. ഇനി പ്രൊപ്പോർഷൻ ആണെങ്കിലോ, പി ക്യാപ്പ് സിമ്പിൾ ആയിട്ട് കിട്ടും. ഹെഡിന്റെ പ്രൊപ്പോർഷൻ 216/500, പിന്നെ സിമ്പിൾ അല്ലേ. അപ്പൊ ഇങ്ങനെ രണ്ടും വെച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് കുഴപ്പിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എല്ലാ പോസിബിലിറ്റീസും ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എഫ് ടെസ്റ്റ് ചെയ്യാം. ബാക്കിയൊക്കെ കഴിഞ്ഞു, ടെസ്റ്റിങ്ങും കഴിയാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് ടെസ്റ്റിംഗ് കഴിയാനായിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ടോപ്പിക് ഏതാന്ന് കമന്റ് ചെയ്യുക, നമുക്ക് അത് ഫോളോ ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ കമന്റ്സ് നോക്കിയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.